നമസ്കാരം. മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കണം, കേരളം മതേതര സമൂഹത്തിൻ്റെ മാതൃകയാവണം എന്നൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളൊരു നയമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളുടേത് എന്ന് തോന്നുന്ന ഒരു വിഷയം വരുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ചാടി വീഴും. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ CPM മാത്രമാണ്, ഇടതുപക്ഷ പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ പിണറായി വിജയൻ നഷ്ടപ്പെടുത്താറുണ്ടായിരുന്നില്ല. യഥാർത്ഥ മതേതര നിലപാട് പുലർത്തുന്നവരും ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകരും ഇടതുപക്ഷവും കേരളത്തിലെ CPM-ഉം ആണെന്ന് വരുത്തി തീർത്ത് എല്ലാ കാലവും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി തങ്ങളുടെ പെട്ടിയിൽ വീഴിക്കുവാനും ആ വിഭാഗത്തെ എന്നും തങ്ങളോട് ചേർത്ത് നിർത്തുവാനും പിണറായി വിജയൻ തെല്ലൊന്നുമല്ല പണിയെടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു മഹാസമ്മേളനം നടത്തുകയുണ്ടായി. ആ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ദേശം ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന യുദ്ധമായിരുന്നു. ഹമാസ് തീവ്രവാദികളോട് ഇസ്രായേൽ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്യുമ്പോൾ പലസ്തീന് ഇതിൽ എന്തായിരുന്നു കാര്യം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ പലസ്തീൻ അനുകൂല നിലപാടുമായി ഇവിടെയുള്ള മുസ്ലിം മത ന്യൂനവിഭാഗത്തെ ഏത് വിധേനയും പ്രീണിപ്പിച്ച തങ്ങളുടെ കൂടെ നിർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാരും ഇടതുപക്ഷവും കണ്ടെത്തിയ ഒരു തന്ത്രം തന്നെയായിരുന്നു അത്. ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ ഒക്ടോബർ 27 ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി 1600-ലധികം ഇസ്രായേലി ജനതയെ വധിക്കുകയും 400 ആളുകളെ ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി കടത്തിക്കൊണ്ടുപോരുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളോട് ഇസ്രായേൽ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുകയായിരുന്നു, യുദ്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നീട് ഗാസയിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തിയ ബോംബ് വർഷങ്ങളിൽ കല്ലിന്മേൽ കല്ലവശേഷിക്കാത്ത രീതിയിൽ ഹമാസ് തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയാണ് കണ്ടത്. ഈ അവസരത്തിലാണ് പലസ്തീനിനെ രക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യവുമായി പിണറായി വിജയനും കൂട്ടരും രംഗത്തിറങ്ങുന്നത്. ഇസ്രായേൽ പലസ്തീനുമായി യുദ്ധത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ പലസ്തീൻ്റെ മുനമ്പായ ഗാസ പിടിച്ചെടുത്ത് ഹമാസ് തീവ്രവാദികൾ അവിടെ സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചുകൊണ്ട് അവർ പലസ്തീനെ മറയാക്കി നടത്തുന്ന യുദ്ധങ്ങൾക്ക് എങ്ങനെയാണ് പലസ്തീൻ സംരക്ഷണം അല്ലെങ്കിൽ പലസ്തീനെ രക്ഷിക്കുക എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പലസ്തീന് വേണ്ടി ഒരു സമ്മേളനം നടത്തുക, അതല്ലായിരുന്നു ഉദ്ദേശം. മുസ്ലിം വിഭാഗത്തെ ഏത് വിധേനയും കൂടെ നിർത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. പിന്നീട് പൗരത്വ നിയമ ഭേദഗതി ബില്ലിന്റെ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു റാലി. ഈ റാലിയിൽ ശരിക്കു പറഞ്ഞാൽ കേന്ദ്രത്തിനെതിരെയുള്ള ഏത് വിഷയങ്ങൾ വരുമ്പോഴും കോൺഗ്രസ് പാർട്ടിയെ ഇവർ മാറ്റി നിർത്തുകാറാണ് പതിവ്. അതായത് CPM അത്തരം വിഷയങ്ങളിൽ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സമരം നടത്തുവാൻ വേണ്ടിയാണ് ഒരുമ്പെട്ടിരുന്നത്. അതായത് മുസ്ലിംസിനെ ഏത് വിധേനയും തങ്ങളുടെ കൂടെ നിർത്തണം. അങ്ങനെ മുസ്ലിം മത ന്യൂനപക്ഷത്തെ കൂടെ നിർത്തി ആ ചന്ദ്രതാരം കേരളം വാഴാം എന്നുള്ളത് തന്നെയായിരുന്നു പിണറായി വിജയൻ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് മനസ്സിലായി അത്തരം പരിപ്പുകളൊന്നും അവിടെ വെന്തിട്ടില്ല എന്നുള്ളത്. 2019 പിണറായി വിജയൻ ആരെയാണോ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ആ സമൂഹം, ആ സമുദായം ഏത് തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് ലോക്സഭയിലേക്ക് നടത്തിയത്, സമാനമായ രീതിയിൽ തന്നെയായിരുന്നു 2024 പിണറായി വിജയൻ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഏത് പ്രത്യേക മതവിഭാഗത്തെയാണോ ചേർത്ത് നിർത്തിയിരുന്നത് ആ വിഭാഗക്കാർ ഇപ്പോഴും അത് തന്നെയാണ് വോട്ടിങ്ങിൽ കാണിച്ചിരിക്കുന്ന തന്ത്രം. കേന്ദ്രത്തിൽ BJP സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുവാൻ വേണ്ടി ഇവിടെ CPM-ന് വോട്ട് ചെയ്തുകൊണ്ട്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 1.25 ലക്ഷത്തിനും 2 ലക്ഷത്തിനും അടുക്കെ ഭൂരിപക്ഷം നേടി ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് വിധത്തിലാണ് ഇവിടെ പിണറായി വിജയൻ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ വോട്ടിംഗ് പാറ്റേൺ ഏത് തരത്തിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. 40% ജനസംഖ്യയിൽ 40% മുസ്ലിംസ് ഉള്ള കോഴിക്കോട് MK രാഘവൻ ജയിച്ചത് 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പിണറായി വിജയന്റെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന ആ പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഇളമരം കരീം 1.25 ലക്ഷം വോട്ടിനാണ് MK രാഘവനോട് തോറ്റത് എന്നോർക്കുമ്പോൾ ഏത് തരത്തിലാണ് അവിടെ വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് പിണറായി വിജയന്റെ മരുമകനായ റിയാസിന്റെ മണ്ഡലത്തിലും സംഭവിച്ചിരിക്കുന്നത്. റിയാസിന്റെ സ്വന്തം മണ്ഡലമായ ബേപ്പൂരിൽ 19,000-ൽ ശിഷ്ടം അധികം വോട്ടുകളാണ് അവിടെ UDF സ്ഥാനാർത്ഥികൾ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതേ പാറ്റേണിൽ തന്നെയാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗം ഒരു തീരുമാനം കൈക്കൊണ്ടു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ പൗരത്വ ഭേദഗതി ബിൽ നിയമം, അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇവിടെയുള്ള മുസ്ലിംസിനെയെല്ലാം വിദേശത്തേക്ക് പറഞ്ഞയക്കും എന്നുള്ള കിംവദന്തികൾ പരക്കുന്നതിനിടയിൽ അവർ അത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രചരണ പരിപാടികൾ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിം സഹോദരന്മാരെയെല്ലാം പൗരത്വ ഭേദഗതി ബിൽ നിയമം പറഞ്ഞുകൊണ്ട് നാട് കടത്തും എന്നൊക്കെ തന്നെ പറഞ്ഞാണ് അവരെ ധരിപ്പിച്ചിരുന്നത്. അത്തരം പ്രചരണ കോലാഹലങ്ങളിൽ വീണുപോയ മുസ്ലിം സഹോദരന്മാർ തീർച്ചയായും ഇനി എന്താണ് രക്ഷ? കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും തങ്ങളുടെ കാര്യം, തങ്ങളുടെ സമുദായത്തിന്റെ കാര്യം പരിങ്ങലിലാകും എന്ന് കരുതിക്കൊണ്ട് അതിന് നരേന്ദ്രമോദിയെ ചെറുക്കുവാൻ വേണ്ടി ഇവിടെയുള്ള ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. ആകെ 10-16 സീറ്റുള്ള ഇടതുപക്ഷം അവിടെ പോയി നരേന്ദ്രമോദിക്കെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ എതിർത്ത് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ബദലായ ഒരു സർക്കാർ വരണം എന്നുണ്ടെങ്കിൽ അതിന് UDF വോട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കി 2019 19 പേരെയാണ് ഇവിടെ നിന്നും പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചത്. അന്നും പിണറായി വിജയൻ ഇത് മനസ്സിലാക്കിയതാണ്. എന്നാൽ അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താനാണ് യഥാർത്ഥ ന്യൂനപക്ഷ സംരക്ഷകൻ, തൻ്റെ സർക്കാരാണ് യഥാർത്ഥ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക ഒരു മതന്യൂനവിഭാഗത്തെ എപ്പോഴും ഇളക്കി വിട്ടുകൊണ്ടിരുന്ന പിണറായി വിജയന് കനത്ത പരാജയം നേരിടേണ്ടി വന്നിരിക്കുന്നു. കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരി എന്ന പോലെയാണ് കെ രാധാകൃഷ്ണന്റെ വിജയം. ഇല്ല എന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ പരാജയമായി പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്നേനെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മതന്യൂനപക്ഷങ്ങളൊന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അനുകൂലമായി, ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് ഏറ്റവും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നത് തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ്. ഏതാണ്ട് 75,000 വോട്ടിന്റെ അടുത്ത ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കുമ്പോൾ തൃശ്ശൂരിലെ പ്രധാന ന്യൂനപക്ഷങ്ങളായ മുസ്ലിം ജനവിഭാഗവും ക്രൈസ്തവ ജനവിഭാഗവും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിലും പിണറായി വിജയന് ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ എപ്പോഴും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന് കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുന്നു ന്യൂനപക്ഷം എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മറ്റൊരു വശം കൂടി ഇതിൽ പറയപ്പെടുന്നുണ്ട്. ഇവിടെ പിണറായി വിജയന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തെ രക്ഷിക്കുവാൻ പിണറായി വിജയന് സാധ്യമല്ല. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ചെറുക്കുവാൻ പറ്റിയ UDF അനുകൂലമായി വോട്ട് ചെയ്യുക എന്നുള്ള പാറ്റേൺ തന്നെയാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ കാലത്തും ഇവിടെയുള്ള പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് UDF അനുകൂലമായ രീതിയിൽ വോട്ട് ചെയ്യുക, നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുക. ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും, നിയമസഭയിലേക്ക് നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയന്റെ പാർട്ടി അമ്പേ തോറ്റ് പരാജയപ്പെട്ടു, തൊപ്പിയിട്ടു എന്ന് പറയുന്നതാവും ശരി. ഒന്ന്, തൃക്കാക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ പത്നി ഉമാ തോമസ് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനും ബഹുഭൂരിപക്ഷം വോട്ടിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് നിയമസഭയിലേക്ക് എത്തിയത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക സമുദായങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ വോട്ട് ചെയ്യുന്നു. അത് പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും അവിടെ വിലപ്പോകുന്നില്ല എന്ന് തന്നെയാണ്. എന്തായാലും ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും പിണറായി വിജയൻ സംരക്ഷിച്ചു എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ തേച്ച് വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.